ഗുഡ് മോർണിംഗ് യൂട്യൂബ് ആൻഡ് വെൽക്കം ടു മോഡസി ട്രൈബ്. ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. കാരണം ഇപ്പോൾ കുറേ പേർക്ക് പണി കിട്ടി വരുന്ന ടോപ്പിക്കാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ പഴയ ഹിമാലയൻ ഉണ്ടെങ്കിൽ, ഹിമാലയൻ 411 കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങളിൽ ഒരു പഴയ ഹിമാലയൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പലർക്കും ഈ ഓട്ടത്തിൽ നിന്ന് പോകുന്ന പരിപാടിയുണ്ട്. ഹിമാലയൻ ഓട്ടത്തിൽ നമ്മളൊരു കാരണമില്ല വണ്ടി നിന്ന് പോകുന്നു. പിന്നെയും നമ്മൾ ഷോറൂമിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർ ഹെഡ് മൊത്തം കമ്പനി നമ്മൾ ഹെഡ് മൊത്തം മാറും. അങ്ങനെ എൻ്റെ 2-3 കൂട്ടുകാർക്ക് 10-21,000 രൂപയുടെ ഇറക്കം അടുത്ത് പണി വന്നിട്ടുണ്ട്. സോ 21,000 രൂപ മുടക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ വരുന്നത്. അത് കംപ്ലീറ്റ് ഒരു സ്കാം ആണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഹിമാലയനകത്ത് വരുന്നത് ഒരു മോഡേൺ എഞ്ചിൻ ഡിസൈൻ തന്നെയാണ്. നിങ്ങൾ യൂണിക്കോൺ അല്ലെങ്കിൽ ഒരു യമഹ FCയുടെ ഒക്കെ റേഞ്ച് ഓഫ് എഞ്ചിൻ തന്നെയാണ് ഹിമാലയനകത്തിരിക്കുന്നത്. SOHC കോൺഫിഗറേഷൻ, അതായത് സിംഗിൾ ഓവർഹെഡ് ക്യാം കോൺഫിഗറേഷൻ ആണ് ഹിമാലയൻ. സിംഗിൾ ഓവർഹെഡ് ക്യാം കോൺഫിഗറേഷൻ വരുന്ന ഒരു എഞ്ചിൻ അല്ലെങ്കിൽ അതിന്റെ ടോപ്പ് എഞ്ചിന്റെ ടോപ്പ് നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് മാറേണ്ടി വരുന്നില്ല. കാരണം അത് നമുക്ക് നല്ല ലേത്തി കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ പുതിയ വാൽവ് ഇട്ട് സീറ്റ് എടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ പുതിയ വാൽവ് ഇട്ട് സീറ്റ് എടുക്കുകയാണെങ്കിൽ കൂടിപ്പോയൊരു 3,000 രൂപയുടെ അപ്പുറം ചെലവ് വരണമെന്നില്ല. അതാണ് പലപ്പോഴും ഈ നമ്മുടെ ഷോറൂമിൽ ചെല്ലുമ്പോഴത്തേക്കും 10,000 രൂപയുടെ പണിയാണ്, 25,000 രൂപയുടെ പണിയാണെന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ഹെഡ് അസംബ്ലി തന്നെ മാറുന്നത്. ഹെഡ് അസംബ്ലി മാറേണ്ടി വരുന്ന ഒറ്റ കോൺഫിഗറേഷൻ ആണ്. അത് ഇപ്പോഴും റോയൽ എൻഫീൽഡ് ഒരു സ്കാം പോലെ കൊണ്ടുനടക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു പഴയ 350 അല്ലെങ്കിൽ 500, ഞാൻ പറഞ്ഞ പുഷ് റോഡാണ്, ക്ലാസിക് പഴയ മോഡൽ, അതായത് J സീരീസിന് മുമ്പുള്ള മോഡലൊക്കെ ഇങ്ങനെ കംപ്ലൈന്റ് വരുവാണെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് വാൽവ് ഒന്നും ഇളക്കാൻ പറ്റത്തില്ല. കാരണം OHV കോൺഫിഗറേഷൻ, അത് വാൽവ് സിലിണ്ടർ ഹെഡിനകത്ത് തന്നെ ഉൾക്കൊള്ളിച്ചേക്കുവാണ്. അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ കംപ്ലൈന്റ് വരുവാണെങ്കിൽ നമുക്ക് എന്തായാലും ഹെഡ് മാറേണ്ടി വരും. പക്ഷേ ഹിമാലയൻ പോലുള്ള വണ്ടികളെല്ലാം പുതിയ കോൺഫിഗറേഷൻ ആയതുകൊണ്ട് നമുക്ക് വാൽവ് ഇളക്കി സീറ്റ് ചെയ്യാൻ പറ്റും. 3,000 രൂപയുടെ ചെലവേ ഉള്ളൂ. 21,000 രൂപ വെറുതെ ഇതിന്റെ പേര് കളയണ്ട. നിങ്ങൾക്ക് നല്ല പണി അറിയുന്നുള്ള മെക്കാനിക്കും നല്ലൊരു ലെയ്ത്തും വേണമെന്ന് മാത്രം. താങ്ക് യു.